ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യുന്ന ഹെയർ ഡ്രോയിങ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ഹെയർ ഇവിടെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ തന്നെ 6B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഫുള്ളായിട്ടൊന്ന് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ 10B പെൻസിൽ ഉപയോഗിച്ച് അടുത്തൊരു ലെയർ പോലെ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം ഒരുപാട് ഡാർക്ക്നെസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം മുടി നമുക്ക് ഡയറക്റ്റ് തന്നെ ഡാർക്ക്നെസ് കൊടുക്കാമില്ലെങ്കിൽ ലൈറ്റുള്ള പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് പിന്നീട് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചാൽ മതി. കാരണം ഈ മുടിയിൽ ചെറിയ ചെറിയ ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ ഉണ്ടാവും. ഈ ഒരു ഫോട്ടോയിലും അത് ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്കത് സൂം ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ലൈറ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് പോകാം. പിന്നെ മുടി വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ എപ്പോഴും നല്ല ഷാർപ്പായിട്ട് തന്നെ നിർത്തുക. എങ്കിലേ ഓരോ മുടി ഇതേപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കുക. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഹെയർ വരച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് മുടി തോന്നാൻ വേണ്ടി അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ പേപ്പർ സ്റ്റാമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിൻ്റെ പാർട്ട് 1 ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഔട്ട്ലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ, ചെയ്യാൻ എളുപ്പമായിരുന്നോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചെയ്തവരുണ്ടെങ്കിൽ.
അപ്പോൾ നമ്മൾ ആദ്യം വരച്ചതിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയറായിട്ട് നമ്മൾ 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ലെയർ 10B പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് അവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോയിൽ വെച്ച് നോക്കിയിട്ട് ആ ഒരു ഡാർക്ക്നെസ് അവിടെ ആയെങ്കിൽ ആ ഒരു ലെയർ കൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലെയർ കൂടെ കൊടുക്കുക. അപ്പോൾ മാക്സിമം ആ ഒരു ഡാർക്ക്നെസ് നല്ല രീതിയിലുള്ള ഭാഗത്ത് അവർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ബാക്കി ലൈറ്റായിട്ട് വരുന്ന ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അവർ തന്നെ വിട്ടയച്ചാൽ മതി.